ഓണം പടിവാതിൽക്കലെത്തുമ്പോൾ വിലക്കയറ്റം രൂക്ഷം. അരി, പഞ്ചസാര, പച്ചക്കറികൾ എന്നിവയുടെ വില ഉയർന്നത് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. വിപണിയിൽ സർക്കാർ ഇടപെടൽ നടത്താത്തതിനെ തുടർന്നാണ് വിലക്കയറ്റം രൂക്ഷമാകുന്നത്. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അമൽനാഥിന് പറയാനുള്ളതെന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. അമൽ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അമൽ, എന്താണ് മാർക്കറ്റിലെത്തുമ്പോൾ നമ്മളോട് പറയാൻ പറ്റുന്നത്? വിലക്കയറ്റം തന്നെയാണോ ഈ ഓണനാളുകളിൽ വലയ്ക്കുന്നത്? മാർക്കറ്റിലെ കാഴ്ച എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. എന്നാൽ മാർക്കറ്റിലെ കാര്യങ്ങൾ അത്ര ഗുഡല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വിലക്കയറ്റം തന്നെയാണ്. അത് എല്ലാ മേഖലയെയും ബാധിച്ചിട്ടാണ്. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും അരിയാണെങ്കിലും അതോടൊപ്പം തന്നെ പഞ്ചസാരയാണെങ്കിലും അങ്ങനെ എല്ലാ ഇടങ്ങൾക്കും വില വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ പഞ്ചസാരയൊക്കെ നമ്മൾ പായസങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾപ്പെട്ട അവയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, പച്ചക്കറികൾ ആവശ്യമുണ്ട്, അരി അതിനൊക്കെ വലിയ രീതിയിലുള്ള വിലയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് എറണാകുളത്തെ മാർക്കറ്റിലാണ്. ഇവിടെ പ്രധാനമായും പച്ചക്കറി ഐറ്റംസ് ആണ്. ഇതിൻ്റെ വില എങ്ങനെയാണ് എന്ന് നമുക്ക് ഇവിടെയുള്ള കച്ചവടക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് വില? സ്വാഭാവികമായിട്ടും പിന്നെ ഈ ഓണ സമയത്ത് വില കൂടും. ഇന്നത്തെ ഒറ്റ ദിവസത്തെ ഹോൾസെയിൽ കച്ചവടം ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, തിങ്കളാഴ്ചയായിട്ട്. പിന്നെ പയറിനാണ് മെയിനായിട്ട് വില കൂടിയേക്കുന്നത്. ഞങ്ങൾ ഹോൾസെയിൽ 80 രൂപയ്ക്ക് വിൽക്കുന്നു, റീറ്റെയിലൊക്കെ 90 രൂപയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബീൻസ് 90 രൂപ വില, റീറ്റെയിൽ 100 രൂപ. പിന്നെ വെണ്ടയ്ക്ക 60 രൂപ ഹോൾസെയിൽ, റീറ്റെയിൽ 70 രൂപ. അങ്ങനെ ഈ ഐറ്റംസിനൊക്കെ വലിയ രീതിയിൽ വില വർദ്ധിച്ചിട്ടുണ്ടോ? നേരത്തേക്ക് ഒരു 10 രൂപ 20 രൂപ 10 രൂപ 15 രൂപയുടെ ഒരു വർധനവുണ്ട് ഈ ഓണം ആയതുകൊണ്ട്. ഈ ഓണത്തിന് തമിഴ്നാട്, കർണാടകയിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടിന് സാധനങ്ങൾ വില നോക്കാണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ മിതമായ ചരക്കാണ് വരുന്നുള്ളൂ. അപ്പോൾ ആവശ്യക്കാർ കൂടുതലായതിൻ്റെ പേരിൽ എക്സ്പോർട്ടിന് ഒരു പ്രധാന ഘടകമായിട്ട് ഒരു 30-40% സാധനം എക്സ്പോർട്ടിന് തന്നെ കയറും. ഓണം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കൂടുതൽ കാറ്ററിങ് കച്ചവടവും അതേപോലെ തന്നെ ഹോട്ടലിലേക്കുള്ള ഉള്ളൂ. വീടുകളിലേക്കുള്ള ചരക്കുകൾ ആരും വാങ്ങിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ക്യാരറ്റിനാണെങ്കിൽ എനിക്ക് 40 രൂപയിൽ നിന്ന് 80 രൂപയിലേക്ക് ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. ഒരു മാസമായിട്ട് തന്നെ ഇതേ റേഞ്ചിൽ നിൽക്കുന്നത് 50 രൂപ 70 രൂപ ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ 80 രൂപ വിലയുണ്ട്. അതിപ്പോൾ ഒരു മാസമായിട്ട് ആ വില തന്നെയാണ്. അത് ഓണത്തിനായതുകൊണ്ട് വില കൂടിയതല്ല. മറ്റിനങ്ങൾക്ക് ഇപ്പം ഇഞ്ചി പോലുള്ള ഇനങ്ങൾക്കും വലിയ രീതിയിലുള്ള വർധനവ്. ഇഞ്ചിയുടെ വർധനവും നേരത്തെയുള്ള വർധനവ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഒരു 160 രൂപ 170 രൂപ ഹോൾസെയിൽ മാർക്കറ്റിൽ വിലയുണ്ട്. 180 രൂപ 190 രൂപയൊക്കെ റീറ്റെയിലിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ എല്ലാം വാങ്ങി പോവുക അത്ര എളുപ്പമല്ല. അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് നല്ലത് പിന്നെ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം വരുത്തിക്കുക. കൈ ചീത്താവൂല. കാലത്ത് ഓണം ആഘോഷിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകാം. പിന്നെ അപ്പോഴത്തേക്ക് ഓർഡർ വരും. ഓർഡർ ചിലക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവുമെന്നാണ് അവരുടെയൊക്കെ പറയുന്നത്. പണി എളുപ്പമായല്ലേ? അതെ അതെ അതെ. മനു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അതായത് ഇവിടെയുള്ള ഇനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഇനങ്ങളും ഇപ്പോൾ ചേട്ടൻ അതിൻ്റെ വിലവിവര പട്ടികയൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇഞ്ചിക്കാണെങ്കിലും അതോടൊപ്പം തന്നെ ക്യാരറ്റ് പോലുള്ള ഇനങ്ങൾക്കൊക്കെയാണ് നിലവിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഇഞ്ചിക്കൊക്കെ ഏകദേശം 70 രൂപയുണ്ടായിരുന്നത് നിലവിൽ 200-250 രൂപയ്ക്ക് മുകളിലേക്കൊക്കെ വർധനവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാരറ്റ് 70 രൂപയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതോ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പഞ്ചസാരക്കും അരിക്കുമൊക്കെ വില വർധനവുണ്ടായിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് വില? അത്ര വലിയ കൂടിയിട്ടില്ല. കുറച്ച് ഐറ്റംസ്, പാവക്ക, പയർ അങ്ങനെയുള്ള ഐറ്റംസിന് വില കൂടുതലാണ്. സാധാരണ അപേക്ഷിച്ച് ഒരു അങ്ങനെ ഓവർ വിലയാണെന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ പാവക്ക 80 രൂപ ഉണ്ട്, പടവല 70 രൂപ ഉണ്ട്, പയർ 80 രൂപ. കഴിഞ്ഞ ദിവസമൊക്കെ അത് 50 രൂപ റേഞ്ചിലായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഇങ്ങനെ വർധനവുണ്ടായിട്ടില്ല വലിയ രീതിയിൽ? ഇപ്പോൾ ആക്ച്വലി എല്ലാം പച്ചക്കറിയൊക്കെ വില കൂടുതൽ തന്നെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചുകൂടെയൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു 10 രൂപയുടെയൊക്കെ വ്യത്യാസം അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 10 രൂപയുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 10-20 രൂപയൊക്കെ കൂടിയിട്ടുണ്ട് പാവക്ക, പയറിലൊക്കെ. ഓണത്തിന് 2 ദിവസമേ ഉള്ളൂ, ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ വില നാളെ ഏകദേശം ഇന്നും നാളെയും കൂടെ ആ വില നിൽക്കുകയുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഇത് വരില്ല. വില കൂടിയത് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ?
കച്ചവടത്തെ ബാധിച്ചാലും ഇത് ജനങ്ങൾക്ക് ഇന്ന് അത്യാവശ്യമാണല്ലോ. പിന്നെ ഡിമാൻഡ് കൂടിയത് കൊണ്ടുള്ള ഇല്ല, ഇത് സ്വാഭാവികമായി നടക്കുന്ന കച്ചവടം തന്നെ ഉണ്ട്. കച്ചവടത്തിന് അങ്ങനെ കുറവൊന്നുമില്ല. പക്ഷെ വില കൂടുതൽ ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. എല്ലാം തന്നെ കൂടിയിട്ടുണ്ടല്ലോ. പലചരക്ക് അടക്കം സാധനങ്ങളിൽ വില വ്യത്യാസം ഉണ്ടല്ലോ. അത് ജനങ്ങളെ ബാധിക്കും. ഇപ്പോൾ അരിക്കും പഞ്ചസാരക്കും ഒക്കെ വില കൂടിയിട്ടുണ്ട്. അതെ, കൂടിയിട്ടുണ്ട്. പഞ്ചസാര, അരി, ശർക്കര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ജനങ്ങളെ ബാധിക്കും. അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഓണക്കാലത്ത് വില വർദ്ധിച്ചത് അത് ജനങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നേന്ത്രപ്പഴമാണെങ്കിലും അതിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അതായത് ഈ ഓണക്കാലത്ത് ചിപ്സ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ വലിയ ഡിമാൻഡുള്ള ഇനങ്ങളാണ്. പക്ഷേ നേന്ത്രപ്പഴത്തിനൊക്കെ വില കൂടിയതോടെ ഇത്തരം കാര്യങ്ങൾ കൂടി വില കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരിക്ക് കൂടിയിട്ടുണ്ട്, ഒപ്പം തന്നെ പഞ്ചസാരയ്ക്ക് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പച്ചക്കറി ഇനങ്ങൾക്ക് ക്യാരറ്റ് അതുപോലുള്ള എല്ലാ ഇനങ്ങൾക്കും വർധനവ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കച്ചവടം നടക്കുന്നുണ്ട്. ഓണമായതുകൊണ്ട് ജനങ്ങൾ എന്തായാലും സാധനങ്ങൾ വാങ്ങും എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഒരു 500 രൂപ 1000 രൂപ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എല്ലാം വാങ്ങിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതായത് സാധാരണക്കാരെ ഈ വിലക്കയറ്റം വലിയ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.